തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വൻ ബഹളം. 19 കോൺഗ്രസ് കൌൺസിലർമാർക്ക് സസ്പെൻഷൻ. നവജാത ശിശുക്കളുടെ കൊലപാതകം. പ്രതികളുടെ വീടുകൾക്ക് സമീപം നടത്തിയ പരിശോധനയിൽ കുഞ്ഞുങ്ങളുടെ മൃതാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം. ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേരെ തെരുവ് നായ ആക്രമിച്ചു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലല്ലെന്നും റിപ്പോർട്ട്. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിലെ അപകടക്കുഴിയിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് അടക്കം 19 കൌൺസിലർമാർ സസ്പെൻഷൻ. കോർപ്പറേഷൻ പരിധിയിലെ റോഡുകൾ ചോര വീഴുന്ന മരണക്കെണികളാകുന്നുവെന്നാരോപിച്ച് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രതീകാത്മകമായി ശരീരത്ത് ചുവന്ന ചായമൊഴിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. പ്രതിഷേധം പിന്നീട് കൌൺസിൽ യോഗത്തിലേക്ക് ചുവട് മാറ്റി. മേയർ MK വർഗീസ് എത്തിയതോടെ പ്രതിഷേധമുയർന്നു. വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷമാകാമെന്ന് മേയർ നിലപാടെടുത്തു. ഇതിൽ പ്രതിഷേധമുയർത്തിയെങ്കിലും യോഗം അജണ്ടയിലേക്ക് കടന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ മേയറായിരുന്ന കാലത്ത് ശക്തൻ നഗറിൽ സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപിച്ച റൗണ്ട് അബൌട്ടിന്റെ വൈദ്യുതി ചാർജ് കുടിശ്ശിക സംബന്ധിച്ചായിരുന്നു ആദ്യ അജണ്ട. ഇതിൽ അഴിമതി ആരോപിച്ച് ഭരണപക്ഷാംഗം രംഗത്തെത്തി. മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് എത്തിയെങ്കിലും ചർച്ച MG റോഡിലെ യുവാവിന്റെ മരണത്തിലേക്ക് കടന്നു. ഇതോടെ ഭരണപക്ഷം പ്രതിഷേധമുയർത്തി. അജണ്ടയിൽ നിന്ന് സംസാരിക്കാൻ മേയർ ആവർത്തിച്ചെങ്കിലും പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മേയർ കസേരയിൽ റീത്ത് വെക്കുമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. തുടർന്ന് ഇരുകൂട്ടരും നടുത്തളത്തിലിറങ്ങി വാക്കേറ്റമായി. ഇതിനിടയിൽ കോൺഗ്രസ് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് പൂവത്തിങ്കൽ മേശയിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. അച്ചടക്കലംഘനം ചൂണ്ടിക്കാട്ടി മേയർ അംഗത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രതിഷേധം ഘടിപ്പിച്ച കോൺഗ്രസ് അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ റീത്തുമായി മേശയിൽ കയറി നിന്നു. ഇതിൽ ഉൾപ്പെട്ട 19 കോൺഗ്രസ് കൗൺസിലർമാരെയും മേയർ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് വിഷയം പിന്നീട് പ്രത്യേകം ചർച്ച ചെയ്യാമെന്ന് മേയർ അറിയിച്ചതോടെയാണ് മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചത്. TCV തൃശൂർ. റീൽസിലൂടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പ്രതിഷേധ റീൽ അയച്ച് വേറിട്ട പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയലാണ് ഈ വ്യത്യസ്ത സമരരീതിക്ക് പിന്നിൽ. നഗരപരിധിയിലെ കോലൂത്തുംപാടത്തെ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധവുമായി ജോൺ ഡാനിയൽ രംഗത്തെത്തിയത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഗുരുതരമായി പരിക്കേറ്റിട്ടും റോഡിലെ കുഴികൾ സമയബന്ധിതമായി അടയ്ക്കാൻ തയ്യാറാവാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് പ്രതിഷേധ റീൽ അയച്ചത്. തോമസ് എന്ന് പറയുന്ന വീണ എന്ന് പറയുന്ന 2 പേർ വീണ കുഴിയാണ് ഈ കാണുന്നത്. ഈ കുഴിയിൽ വീണാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുഴിയിൽ വീഴുന്ന ആളുകൾക്ക് ഇത് ദേശീയപാതയുടെ കുഴിയാണോ സംസ്ഥാന പാതയുടെ കുഴിയാണോ തൃശൂർ കോർപ്പറേഷന്റെ കുഴിയാണോ എന്ന് പറഞ്ഞിട്ടല്ല അറിഞ്ഞിട്ടല്ല ഈ ആളുകൾ കുഴിയിൽ വീഴുന്നത്. ഈ മരണത്തിന് ശേഷവും ഈ കുഴി അടയ്ക്കാതിരുന്നതുകൊണ്ടാണ് അതിഗുരുതരമായി ഈ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. കേരളത്തിലെ റോഡുകളുടെ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് റീൽസ് എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികൾ കൂടി റെക്കോർഡ് ചെയ്ത് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന റീലല്ല. ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. ഈ കുഴിയുടെ സമീപത്തു നിന്ന് ഈ റീൽ എടുക്കുന്നത് ഇത് പ്രതിഷേധ റീലാണ്. ഈ പ്രതിഷേധ റീൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യാത്രക്കാരായ ദമ്പതിമാർ വീണ് പരിക്കേറ്റ തൃശൂർ കോലോത്തുംപാടം റോഡിലെ
കുഴിക്കരികിൽ നിന്നാണ് പ്രതിഷേധ റീൽ ചിത്രീകരിച്ചത്. കേരളത്തിലെ റോഡുകളെക്കുറിച്ച് സന്തോഷ റീലിടുന്ന മന്ത്രിക്ക് റോഡുകളുടെ ദയനീയാവസ്ഥ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് റോഡിലെ കുഴി ചിത്രീകരിച്ച് പ്രതിഷേധ റീൽ അയക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. 2 ദിവസം മുൻപാണ് നഗരത്തിലെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുചക്ര വാഹനം വെട്ടിച്ച് വിഷ്ണുദത്ത് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ടെങ്കിലും അധികാരികൾ റോഡിലെ കുഴികൾ കൃത്യമായി അടച്ചിരുന്നുവെങ്കിൽ ഇന്നലെ 2 പേർക്ക് കോലോത്തുംപാടത്തെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേൽക്കില്ലായിരുന്നു. ദേശീയ കുഴിയാണോ സംസ്ഥാന കുഴിയാണോ കോർപ്പറേഷൻ കുഴിയാണോ എന്നറിഞ്ഞിട്ടല്ല ആളുകൾ വീഴുന്നത്. താൽക്കാലികമായി അടയ്ക്കുന്ന കുഴികളിലെ മെറ്റൽ ഇളകിയും ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്നും ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രതികളുടെ വീടുകൾക്ക് സമീപം നടത്തിയ പരിശോധനയിൽ കുഞ്ഞുങ്ങളുടെ മൃതാവശിഷ്ടങ്ങൾ കണ്ടെത്തി. നൂലുവള്ളിയിലും ആമ്പല്ലൂരിലും നവജാത ശിശുക്കളെ കൊന്ന് കുഴിച്ചുമൂടിയ കുഴികളിൽ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞുങ്ങളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മുഖ്യപ്രതിയായ നൂലുവള്ളി സ്വദേശി അനീഷയുടെ വീടിനോട് ചേർന്ന് കുഞ്ഞിനെ മറവ് ചെയ്ത കുഴിയിലാണ് ആദ്യം പരിശോധന നടത്തിയത്. ഇതിൽ നിന്നും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് 2ാം പ്രതിയായ ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ കുഴിച്ചിട്ട 2ാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി കണ്ടെടുത്ത അസ്ഥികൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. ശേഖരിച്ച സാമ്പിളുകൾ DNA പരിശോധനയ്ക്കും അയക്കും. കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേതെന്ന് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. 2 സ്ഥലങ്ങളിലും പ്രതികളെ എത്തിച്ചാണ് പരിശോധന നടത്തിയത്. ഇരിങ്ങാലക്കുട RTOയുടെ സാന്നിധ്യത്തിൽ പോലീസ് സർജൻ ഉമേഷിന്റെ നേതൃത്വത്തിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുതുക്കാട് 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവാവിന്റെയും യുവതിയുടെയും മൊഴിയിലെ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസി കണ്ടതിനാൽ സ്ഥലം മാറ്റി കുഴിച്ചിട്ടെന്നാണ് മൊഴി. കുഞ്ഞിന്റെ മൃതദേഹം വീടിന്റെ പിൻഭാഗത്ത് മറവ് ചെയ്യാൻ കുഴിയെടുത്തിരുന്നു. എന്നാൽ അയൽവാസി ഇത് കണ്ടതോടെ സ്ഥലം ഉപേക്ഷിച്ചെന്നും പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് മൊഴി. 2021 ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പൊക്കിൽ കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചു എന്നായിരുന്നു യുവതി മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് അനീഷ മൊഴി മാറ്റി. യൂട്യൂബ് നോക്കി ശുചിമുറിയിലാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചു പിടിക്കുവാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടത്തിൽ നിന്നും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുഞ്ഞ് മരിച്ച് 4 വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്നത് വെല്ലുവിളിയാണ് പോലീസിന് മുന്നിലുള്ളത്. നവജാത ശിശുക്കളുടെ കൊലപാതകം നടുക്കം വിട്ടുമാറാതെ നൂലുവള്ളി ഗ്രാമം. അവിവാഹിതയായ 23-കാരി ആരുമറിയാതെ വീടിനുള്ളിൽ 2 തവണ പ്രസവിച്ചുവെന്നും നൊന്തുപെറ്റ കുരുന്നിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ അമ്പരന്നു നിൽക്കുകയാണ് നാട്ടുകാർ. തങ്ങൾ നിത്യവും കാണുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തുവെന്ന് വിശ്വസിക്കുവാൻ ഇനിയും നൂലുവള്ളി ഗ്രാമവാസികൾക്കായിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി മന്ദാരംകടവ് റോഡരികിലുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അനീഷ. പിതാവ് മരണപ്പെട്ട ശേഷം അമ്മയ്ക്കും സഹോദരനുമൊപ്പം താമസിച്ചിരുന്ന അനീഷ ലാബ് ടെക്നീഷ്യൻ ജോലിക്ക് പോകുന്നതും വരുന്നതും അയൽവാസികളും നാട്ടുകാരും കാണാറുണ്ടെങ്കിലും ആരുമായും ഇവരുടെ കുടുംബത്തിന് വലിയ അടുപ്പമില്ലാതിരുന്നതിനാൽ ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും തുടർന്ന് മാധ്യമങ്ങളിൽ നവജാത ശിശുക്കളുടെ കൊലപാതകം സംബന്ധിച്ച് വാർത്തകൾ വരികയും ചെയ്തപ്പോഴാണ് അയൽവാസികൾ പോലും കാര്യങ്ങൾ അറിഞ്ഞത്. TCV ന്യൂസ്, കൊടകര. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പറഞ്ഞു. പോലീസ്, ദേവസ്വം ബോർഡ് അധികൃതർ, ക്ഷേത്ര ഉപദേശക സമിതി ജീവനക്കാർ തുടങ്ങിയവരുൾപ്പെടെയുള്ളവർ പരിശോധന അടുത്ത ദിവസം നടക്കും. സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേത്രത്തിലെ ജീവനക്കാർ എന്നിവരോട് സംസാരിച്ചു. ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി ബിന്ദു, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല എന്നിവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊപ്പം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവത്തിൽ ബോർഡിനോട് സംയുക്ത പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട
സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചിരുന്നു. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഷെറിൻ, ചുള്ളിയിൽ സുലൈമാൻ, ഭാര്യ ഫൗസിയ, കലിങ്ങലകത്ത് റുഖ്യ എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ ആദൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപവും കാഞ്ഞിരമുറ്റം പള്ളിക്ക് സമീപവും വെച്ചാണ് ആക്രമണം ഉണ്ടായത്. സ്കൂൾ വാഹനം കാത്തു നിൽക്കുമ്പോഴാണ് ഹന ഷെറിനെ തെരുവുനായ ആക്രമിച്ചത്. അസുഖബാധിതയായ റുഖിയയെ വീടിന്റെ അകത്തേക്ക് കയറിയാണ് നായ കടിച്ചത്. 3 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണമുണ്ട്. നായയെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോഗ് റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു കടങ്ങോട് പിടികൂടി. അതേസമയം കഴിഞ്ഞ ദിവസം വേലൂരിൽ കുറുനരികൾ 2 പേരെ കടിച്ചിരുന്നു. കുറുവന്നൂർ വാട്ടർ ടാങ്കിന് സമീപം പെരുമ്പള്ളി വീട്ടിൽ രാജൻ, തണ്ടിലം പൊടിയട വീട്ടിൽ വിജയൻ എന്നിവരെയാണ് കുറുനരി കടിച്ചത്. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. VSന്റെ ആരോഗ്യനില വിലയിരുത്താൻ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയതാണ് മെഡിക്കൽ ബോർഡ്. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചു. ഈ മാസം 23-ന് രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളായി വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. ജൂൺ 27 മുതൽ ജൂലൈ 6 വരെ നഗരസഭ നേരിട്ട് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടൗൺഹാളിൽ നിന്നും മാറ്റി ഇത്തവണ നഗരസഭാ മൈതാനത്താണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കനത്ത മഴയത്ത് മൈതാനത്ത് പന്തൽ സൗകര്യം ഒരുക്കുന്നതിനായി വാഹനങ്ങളും മറ്റും ഇറക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം കായിക വിനോദങ്ങൾ നടത്തുന്നവർ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മൈതാനത്ത് നഗരസഭ ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെയും പ്രതിഷേധമുയർന്നത്. ഞാറ്റുവേലയ്ക്കെത്തുന്നവർക്കും സ്റ്റാൾ ജീവനക്കാർക്കുമായി പോർട്ടബിൾ ശുചിമുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനായാണ് മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തായി സംവിധാനമൊരുക്കിയത്. ഇത് ടെന്റ് ഉപയോഗിച്ച് മറച്ചിട്ടുമുണ്ട്. കായിക വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൈതാനം നഗരസഭ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് വ്യാപകമായ ആക്ഷേപം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പുലിയന്നൂർ വെള്ളാറ്റന്നൂർ റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി ഭരതിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റാവട ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് പോലീസ് മേധാവിയെ തെരഞ്ഞെടുത്തത്. ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റാവട ചന്ദ്രശേഖർ എത്തുന്നത്. 1991 IPS ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റാവട ചന്ദ്രശേഖർ. ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ് റാവട ചന്ദ്രശേഖർ. ജില്ലയിൽ മഴയ്ക്ക് ശമനം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 4.4 മില്ലിമീറ്റർ മഴ ലഭിച്ചു. താലൂക്ക് പരിധിയിൽ 6 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം സംഭവിച്ചതായും നിലവിൽ 25 ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ്. പീച്ചി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകളും 1 ഇഞ്ച് കൂടി ഉയർത്തി. ഇതോടെ 4 ഷട്ടറുകളും ആകെ 10 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ പുതിയ താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തിനശിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോൺക്രീറ്റിംഗ് മിക്സിംഗ് ലോറി. കഴിഞ്ഞ ശനിയാഴ്ച നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് നിർത്തിയിട്ടതായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി ലോറി നിർത്തിയിട്ട ഭാഗത്തുനിന്ന് തീ ഉയർന്നത് കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തരായി. നാട്ടുകാരും താലൂക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ജോലി നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ചേർന്ന് തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത്. ലോറിക്ക് തീപിടിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു.
മറ്റത്തൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ശ്രമിക്കാത്ത LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. പോലീസ് എത്തി പ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റി കേസെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ, ബ്ലോക്ക് ഭാരവാഹികളായ സാദത്ത് സി, AM ബിജു, ഷൈനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ പരാതിക്കാരിയുമായി ഫോൺ വഴിയുള്ള പരിചയം മാത്രമാണ് ജസീലിന് ഉള്ളതെന്നും കഴിഞ്ഞ 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ജസീലുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. വിഷയത്തിൽ പരാതിക്കാരിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കി. എടവിലങ്ങിൽ പെരുന്തോടിന് കുറുകെയുള്ള നടപ്പാലം തകർന്നു. 9ാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത്. പെരുന്തോട്ടിൽ അടിഞ്ഞുകൂടിയ കുളവാഴ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ ഒഴുക്ക് വർദ്ധിച്ച് മണ്ണിടിഞ്ഞാണ് പാലം നിലം പതിച്ചത്. പെരുന്തോടിനോട് ചേർന്ന് നിൽക്കുന്ന KSCBയുടെ ഹൈടെൻഷൻ പോസ്റ്റും അപകടാവസ്ഥയിലാണ്. 300ഓളം കുടുംബങ്ങൾ കാൽനട യാത്രക്കാരായി ഉപയോഗിക്കുന്ന പാലം 2003-ലാണ് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ചത്. അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് പാലം തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ ഹരിദാസൻ മാങ്കറ ആരോപിച്ചു. പാലം തകർന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പറഞ്ഞു. തൃപ്രയാറിനെ തൃശൂരുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ പള്ളിപ്പുറം ഭാഗത്ത് വെള്ളം കയറുന്നതും ഗതാഗതം നിരോധിക്കുന്നതും തുടർക്കഥയാകുന്നു. ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ. പാറളം പഞ്ചായത്തിനെയും ചാഴൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആലപ്പാട് പള്ളിപ്പുറം റോഡിലാണ് 250 മീറ്ററോളം നീളത്തിൽ വെള്ളം കയറുന്നത് പതിവാകുന്നത്. റോഡിലെ ഈ ഭാഗത്ത് ഉയരക്കുറവാണ് നല്ല മഴക്കാലത്ത് ഇവിടെ മാത്രം വെള്ളം കയറാൻ ഇടയാക്കുന്നത്. തൃപ്രയാർ മുതൽ പാലയ്ക്കൽ വരെ BMBC ചെയ്ത റോഡാണിത്. റോഡിന്റെ താഴ്ന്ന ഭാഗം 1/2 മീറ്റർ ഉയർത്തിയാൽ ഒരു മഴക്കാലത്തും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകില്ല. തൃപ്പയാറിന്ന് തൃശ്ശൂർക്ക് എളുപ്പമാർഗത്തിലുള്ള ഏറ്റവും നല്ല റോഡാണിത്. അതിൽ ആലപ്പാടുന്ന് പള്ളിപ്പുറം എത്തുന്ന റോഡിനിടയിൽ 250 മീറ്റർ നീളത്തോളം എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറി ഗതാഗതം തടസ്സം ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇത് ഔദ്യോഗികമായി ഗതാഗതം തടസ്സം ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ ഇത്രയും 250 മീറ്റർ നീളം ലെവൽ നോക്കി ഉയർത്തി BMBC റോഡ് ചെയ്യേണ്ടതാണ്. അതിന് MLA ഫണ്ടോ MP ഫണ്ടോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിലവിൽ ഈ റോഡിലെ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ചെറുവാഹനങ്ങളിൽ പലതും എഞ്ചിനിൽ വെള്ളം കയറി നിൽക്കുകയും ബ്രേക്കിന് തകരാർ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തേക്ക് വാഹനങ്ങൾ തെന്നി മറിയാനുള്ള സാധ്യതയും ഏറെയാണ്. അപകട സാധ്യതയുണ്ടായിട്ടും ചാഴൂർ, താന്യം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകുന്നത് തൃശ്ശൂർക്കുള്ള യാത്രയിൽ 10 കിലോമീറ്റർ ദൂരവും സമയവും പണവും ലാഭിക്കാനാണ്. കേവലം 250 മീറ്റർ ദൂരം റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചാൽ ഈ പ്രശ്നം എക്കാലത്തേക്കുമായി പരിഹരിക്കാമെന്നിരിക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ വർഷങ്ങളായി അലംഭാവം തുടരുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. TCV തൃശ്ശൂർ. ദിവസവേതനം 600 രൂപയാക്കണമെന്നും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിയമങ്ങൾ പിൻവലിക്കണമെന്നും NREG വർക്കേഴ്സ് യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മണലൂർ ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീവത്സൻ അന്തിക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുദാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറിമാരായ KK ബാബു, KA ബാലകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം NS ഷംസുദ്ദീൻ, KV വേലുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ ആൾക്കുവേണ്ടി തിരച്ചിൽ തുടരുന്നു. എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത്. ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കോട്ട തിരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം. ഇടവേള. എപ്പോഴാ
ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാണഞ്ചേരി പഞ്ചായത്തിലെ ചാത്തംകുളം താളിക്കോട് റോഡിന്റെ ശോചനാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. മുൻ വാർഡ് മെമ്പർ ഷിജോ പി ചാക്കോ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് PY ഷാജു എന്നിവർ ചെളിയിൽ കുളിച്ച് പ്രതിഷേധിച്ചു. ഭാസ്കരൻ ആദംകാവിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. N. അനിൽകുമാർ, സാബു മണപ്പുറത്ത്, പരമേശ്വരൻ കുറുമ്പാപ്പുഴ, അസീസ് പുതുവീട്ടിൽ, VR രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം പഴയന്നൂർ പഞ്ചായത്ത് സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ പ്രവാസി സംഘം പ്രസിഡന്റ് ഇബ്രാഹിം സഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻകുട്ടി നാരായണൻ, പഴയന്നൂർ CPM ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ, വാർഡ് മെമ്പർ KM അസീസ്, ഏരിയ സെക്രട്ടറി MM ഹനീഫ, ഏരിയ പ്രസിഡന്റ് KM അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ബാലഗോകുലം ഒറ്റപ്പാലം ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. ബാലഗോകുലം സംസ്ഥാന കാര്യദർശി KV രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അധ്യക്ഷൻ M രതീഷ് അധ്യക്ഷത വഹിച്ചു. ജയശ്രീ ഗോപികൃഷ്ണൻ, U ബാലസുബ്രഹ്മണ്യൻ, PS സരീഷ്മ, AP കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേള കലാ സംഗീത സമിതിയുടെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ കൊടകര വിജിൻ മേനോൻ അർഹനായി. ഓഗസ്റ്റ് 17-ന് കൊടകര പുനലൂർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമിതിയുടെ 15ാം വാർഷിക വേദിയിൽ പുരസ്കാരം സമ്മാനിക്കും. കാൽനൂറ്റാണ്ടായി മധ്യ കേരളത്തിലെ മേള കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ് വിജിൽ മേനോൻ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് 4ാം ഡിവിഷൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. കുമ്പളങ്ങാട് മാവിൻചുവട് പരിസരത്ത് നടന്ന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അജീഷ് എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TV സണ്ണി, ബിജു ഇസ്മായിൽ, കൌൺസിലർ കമലം ശ്രീനിവാസൻ, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ 14ാം വാർഡിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. E.T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, മതിലകം ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. ഒരു പുതിയ റോഡ് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 250 മീറ്ററാണ് ഇവിടെ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കുന്നംകുളം മേഖല സമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം എഴുത്തുകാരനും നന്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അജിത് കുമാർ കോതുരത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നന്മ മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PS ചന്ദ്രമതി, കുന്നംകുളം മേഖലാ സെക്രട്ടറി TA വേലായുധൻ, മേഖലാ ട്രഷറർ KB അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ചലച്ചിത്ര പ്രവർത്തകനുമായ CF ജോർജ് മാഷിന്റെ സ്മരണയ്ക്കായി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ അവാർഡ് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ KR ജോർജിന് സമ്മാനിച്ചു. സാഹിത്യകാരൻ P. സുരേന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തി. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പാലുവായിലെ ജോർജ് മാഷിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. ബിന്ദു അജിത് കുമാർ, ജെയിൻ J. തേറാട്ടിൽ, M. നളിൻ ബാബു, റാഫി നീലങ്കാവിൽ, സുബ്രഹ്മണ്യൻ ഇരപ്പൽശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. RSSന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തിരുവത്ര വിവേകാനന്ദ
സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുൻകാല സ്വയം സേവകരെയും SSLC ഡിഗ്രി വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ചടങ്ങിൽ 100 കുടുംബങ്ങൾക്ക് കിറ്റുകളും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വിവേകാനന്ദ സേവാ സമിതി പ്രവർത്തകരായ കാഞ്ഞിരപ്പറമ്പിൽ പ്രകാശൻ, കൈപ്പട സുരേഷ്, മത്രങ്ങോട്ട് പ്രമോദ്, സുഗന്ധവേണി എന്നിവർ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് മുളങ്ങുന്നത്തുകാവ് മണ്ഡലം കൺവെൻഷനും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മുളങ്ങുന്നത്തുകാവ് മണ്ഡലം പ്രസിഡന്റ് സജി കൊണ്ടിയാരത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് തോമസ് ആളൂർ, ദളിത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മലപ്പുറം DCC സെക്രട്ടറി സിദ്ദിഖ് പത്താവൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KM റസാഖ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർ MA അബ്ദുൾ റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പൂങ്കുന്നം മുതൽ കാർത്തിയാനി അമ്പലം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതെ രാഷ്ട്രീയ നാടകം കളിക്കുന്ന BJP കൌൺസിലർക്കെതിരെ അയ്യന്തോൾ CPM ലോക്കൽ കമ്മിറ്റി പ്രകടനം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം BL ബാബു ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PL ഷൈജു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം AV പ്രദീപ് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം നിതേഷ്, ബ്രാഞ്ച് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് കണ്ണോത്ത് GMLP സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് വിളംബര ഘോഷയാത്രയോടെ തുടക്കമായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ VK സോമശേഖരൻ, NK വിമല, ചാന്ദിനി വേണു, പ്രധാനാധ്യാപക KK ജെയ്സി എന്നിവർ സംസാരിച്ചു. സമാപന പൊതുസമ്മേളനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ജൂൺ 28 വാഴാനിയിൽ തൂക്കുവേലി നിർമ്മാണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. വാഴാനി കാക്കിനിക്കാട് ട്രൈബൽ കോളനിക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കുവാൻ സ്ഥാപിച്ച സൗരവൈദ്യുതി വേലി ആന പലയിടത്തും ചവിട്ടി ഒടിച്ചതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ആന പ്രദേശവാസിയുടെ വീട്ടിൽ നാശങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വനം വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇടയാക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ ആരോപിച്ചു. KSCB പെൻഷനേഴ്സ് അസോസിയേഷൻ 39-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് തൃശൂർ ബിനി ഹെറിറ്റേജിൽ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ലോഗോ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് നൽകി AC മൊയ്തീൻ MLA പ്രകാശനം ചെയ്തു. KSCB പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ NT ബേബി, ജനറൽ ജോയിന്റ് കൺവീനർ AJ പോൾ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 18, 19, 20 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് സമ്മേളനം. ഈ ദിവസങ്ങളിലേക്ക് നടത്തിപ്പ് കാരണം ഒരാളായിരുന്നു ഞാൻ. അത് പറയാതിരിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ റീജിയണൽ തിയേറ്റർ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന, ഇപ്പോഴും ആളുകൾ അങ്ങനെയാണ് പറയുന്നത്, KT മുഹമ്മദ് എന്ന മലയാളത്തിലെ തന്നെ എല്ലാത്തിലും വരുന്ന മുഖ്യ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ NCC NSS യൂണിറ്റുകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിമ്മി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ മിനു തോമസ്, കോളേജ് റെക്ടർ ഫാദർ സിറിൽ എടമന, NCC കോർഡിനേറ്റർമാരായ ലഫ്റ്റനന്റ് TR ജിനു, ടെസ്ലിൻ സെബി, NSS പ്രോഗ്രാം ഓഫീസർ AS അജീഷ് എന്നിവർ നേതൃത്വം നൽകി.
ഗൈനക്കോളജി നഴ്സിംഗ് വിഭാഗത്തിൽ ഡോക്ടർ ലിൻഡ വർഗീസിന് ഡോക്ടറേറ്റ്. അമല നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറാണ് ഡോക്ടർ ലിൻഡ വർഗീസ്. ചിറ്റാറ്റുകര വാഴപ്പിള്ളി സോജൻ ആന്റണിയുടെ ഭാര്യയാണ്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ മുളങ്കുന്നത്തുകാവ് യൂണിറ്റ് സമ്മേളനം കലാസമിതി സ്കൂളിൽ സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ N വിനോദ്, VK സുമൻ, ചന്ദ്രസേനൻ, തോമസ് ആമ്പക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഗാനസന്ധ്യയും അരങ്ങേറി. പുതിയ ഭാരവാഹികളായി VK സുമൻ, പ്രസിഡന്റ് CR അമൽ, സെക്രട്ടറി N വിനോദ്, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പുത്തൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു. സെന്റ് തോമസ് ഫൊറോന പള്ളി അങ്കണത്തിൽ നടന്ന കർഷക സഭ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്ത ബുധനാഴ്ച സമാപിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സിനി പ്രദീപ് കുമാർ, നളിനി വിശ്വംഭരൻ, PS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചേറൂർ മാർ ഗീവർഗീസ് സഹദ പള്ളി യൂത്ത് അസോസിയേഷൻ ആദരിച്ചു. അനുമോദന യോഗം മാർ ഔക്കിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റ് ചെയർമാൻ അബിജെ പൊന്മാനശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബാബു കൊടിയൻ, വിനോദ് ഡേവിസ്, ഫാദർ വിനോദ് തിമർത്തി, VS ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ തോമാസ് ലിഹയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നിർമ്മൽ അക്കരപ്പട്ടിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനേർച്ച ആശീർവാദം ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി തോമസ്, ജനറൽ കൺവീനർ ടോണി അന്തിക്കാടൻ, ജോയിന്റ് കൺവീനർ പ്രിൻസൻ ഐനിക്കൽ, കൈക്കാരന്മാരായ സണ്ണി മാളിയങ്കൽ, ഷോയി മാളിയങ്കൽ, സന്തോഷ് ആട്ടോക്കാരൻ, ഷാജി തട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് ബിരുദദാനം നിർവഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ സ്ഥാപനങ്ങളുടെ മാനേജർ മോൺസിനോർ വിൽസൺ ഈരത്തറ, ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംബന്ധിച്ചു. So as a graduate of this you stand at the എരുമപ്പെട്ടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിക്കുന്ന ആദരവ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഫൊറോന പള്ളിയിൽ നടന്ന പരിപാടി ആളൂർ മഹാകുടുംബം ഗ്ലോബൽ വൈസ് ചെയർമാൻ ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AD ഡാമി, കോർഡിനേറ്റർ AN ജോർജ്, AJ കുര്യാക്കോസ്, AV ജോൺ, സുനിൽ ആളൂർ, സജി ആറ്റത്ര എന്നിവർ സംസാരിച്ചു. വയലി മഴ ഉത്സവത്തിന്റെ വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകര വയലങ്കരയിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴ പ്രമേയമായ പാട്ടുകൾ അവതരിപ്പിച്ചു.
പഴുവിൽ വെസ്റ്റ് SNDP ശാഖയിൽ സംഗീത പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെയും അമ്മമാരുടെയും അരങ്ങേറ്റം നടന്നു. ശാഖ ഗുരുമന്ദിരത്തിൽ നടന്ന ചടങ്ങ് പെരിങ്ങോട്ടുകര SNDP യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് CA ദാസൻ അധ്യക്ഷത വഹിച്ചു. ശാഖ സെക്രട്ടറി സജിത് പണ്ടാരിക്കൽ, CK രാജൻ, KV മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വെങ്കിടങ്ങിൽ ആദരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും LLBയിൽ 1ാം റാങ്ക് നേടിയ ശ്രദ്ധ സുരേന്ദ്രൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M മണിശങ്കർ അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, പ്രിൻസ് കൈമിത്തിയിൽ, PV അലി, സൗമ്യ സുഗു തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന് വേണം ഞാൻ എൻ്റെ എളവള്ളി പഞ്ചായത്തിലെ അതിദരിദ്ര അഗതി ആശ്രയ വിഭാഗത്തിൽപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ആഭ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. മുരളി പെരുന്നല്ലി MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. 125 പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഡോക്ടർ S ആദിത്, ഹെൽത്ത് ഇൻസ്പെക്ടർ PK ഹാരിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജ്മൽ J ജബ്ബാർ, KC ജികാസ്, ES ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ആദരവ് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP രാമചന്ദ്രൻ, PN അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനന്ദപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പേ വിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, P ബിജു എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KP ശാരിക, രമ്യ കുമാരൻ എന്നിവർ ക്ലാസ് നയിച്ചു. BJP കാണിപ്പയ്യൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. BJP നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം കൈമാറി. BJP നേതാക്കളായ ചന്ദ്രൻ V നായർ, ചന്ദ്രൻ P ചന്ദ്രൻ, PV രഞ്ജിത്ത്, വാർഡ് ഇൻചാർജുമാരായ രാഹുൽ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ ഭഗിനി മണ്ഡൽ പ്രവർത്തനങ്ങളുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സരസ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, സുജാത സുരേഷ്, സതീദേവി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷത വഹിച്ചു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, ആഫിഖ് അലി ചാമക്കാല, EH ഗന്ന, മുഹമ്മദ് അബു താഹിർ, NH താഹ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 4719 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിലെ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ വൻ ബഹളം. 19 കോൺഗ്രസ് കൌൺസിലർമാർക്ക് സസ്പെൻഷൻ. നവജാത ശിശുക്കളുടെ കൊലപാതകം. പ്രതികളുടെ വീടുകൾക്ക് സമീപം നടത്തിയ പരിശോധനയിൽ കുഞ്ഞുങ്ങളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം നഷ്ടപ്പെട്ട സംഭവം. ചുറ്റമ്പലത്തിലെ അറയിൽ സംയുക്ത പരിശോധന നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കടങ്ങോട് ആദൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PS-ന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലല്ലെന്നും റിപ്പോർട്ട്. ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതിനെതിരെ പരാതി. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ശുചിമുറി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.